നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഇത്രയും കാലം നമ്മൾ കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് ഗംഗാപ്രസാദിന്റെ അവസാനം. അങ്ങനെ കിരണ് ഗംഗാപ്രസാദിന്റെ അന്ത്യം കുറിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു, ഒടുവില് ദിലീപ് കാർത്തികയുടെ കഴുത്തി താലി ചാർത്തുവാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒടുവിൽ അങ്ങനെ ആ കല്യാണം നടക്കുക. ഈ സമയത്ത് അവിടെ മറഞ്ഞു നിന്നിട്ട് അവരെ തന്നെ ഉന്നം വെച്ചോണ്ടിരിക്കുമായിരുന്നു ഗംഗാപ്രസാദ്. അവൻ തോക്ക് ചൂണ്ടുവാണ് കാർത്തികയുടെ നേരെ. കാരണം എത്രയും പെട്ടെന്ന് കാർത്തികയെ തീർക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ഒരിക്കലും ഗംഗാപ്രസാദ് കരുതിയിട്ടുണ്ടായിരുന്നില്ല കിരൺ അങ്ങോട്ടേക്ക് വരൂന്ന്. അങ്ങനെ ഉന്നം വെച്ചിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും കാർത്തികയോ അല്ലെങ്കിൽ ദിലീപോ അവിടെ കൂടിയിരുന്ന ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല അവൻ അങ്ങോട്ടേക്ക് വരൂന്നും ഉന്നം വെക്കുന്നു. കാരണം അവൻ മറിഞ്ഞിരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവന് മണ്ഡപവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണായിരുന്നു. ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് മാറി നിന്നിട്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കൃത്യസമയത്ത് തന്നെ കിരൺ അങ്ങോട്ട് വന്നു. അവനെ കാഞ്ചി വലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒറ്റ ചവിട്ടായിരുന്നു പിന്നെയെന്ന്. അവന്റെ കയ്യിൽ നിന്ന് തോക്കൊക്കെ താഴെ വീണു. അവൻ തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും കിരണിന്റെ അടി വീഴുവാണ്. പിന്നെ കിരൺ അവനെ എടുത്തിട്ട് ചവിട്ടുന്നുണ്ട്. കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. മുമ്പ് കൈ കിട്ടിയാലും അന്ന് അവൻ രക്ഷപ്പെട്ട് പോവുക ചെയ്തേ. പക്ഷെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവനെ കിരൺ അങ്ങോട്ട് പൂട്ടുവാണ്. ഇതൊന്നും പക്ഷേങ്കില് മണ്ഡപത്തിലുണ്ടായിരുന്ന കല്യാണിയോ കാർത്തികയോ ദിലീപ് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന് കൈ പിടിച്ചു കൊടുക്കുവാണ്. കാർത്തികയുടെ കൈ പിടിച്ച് ദിലീപിന് കൊടുക്കുവാണ്. എല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പൊ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം കല്യാണത്തിന് ശേഷം നടത്തേണ്ട ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ നടത്തുവാണ്. ആ സമയം കല്യാണി പാളിപ്പാളി നോക്കുന്നുണ്ട്. അവിടെ എങ്ങും കിരണിനെ കാണുന്നില്ല. കിരണേട്ടൻ ചിലപ്പം ഗംഗാപ്രസാദ് അങ്ങനെ വരുന്നുണ്ടോ നോക്കി പുറത്ത് നിൽക്കുമായിരിക്കും എന്നൊരു ചിന്തയുണ്ട്. അതേസമയം വേലും രതീഷും കൂടെ കിരണിനെ നോക്കി അങ്ങോട്ട് പോവാണ്. അപ്പൊ കിരൺ നിന്ന സ്ഥലത്ത് കിരണിനെ കണ്ടില്ല. അവിടെ നിന്ന് കിരൺ താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു മുമ്പേ നോക്കിക്കഴിഞ്ഞപ്പോ. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. അപ്പോഴേക്കും വേലുവിനോട് രതീഷ് പറഞ്ഞു, അല്ല കിരൺ സാറിനെ കണ്ടില്ലോ എന്ന് പറയണം. വേലു പറഞ്ഞു, അതെ ഇവിടെ എങ്ങും കണ്ടില്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോ ഇനിയിപ്പം എന്തേലും സംശയം തോന്നിയിട്ട് കിരൺ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണുമായിരിക്കും. അവൻ ഏത് വഴിയും വരൂല ഗംഗാപ്രസാദ്, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെയൊക്കെ നോക്കുവാണ്. ഇനി ഗംഗാപ്രസാദ് ആ വഴി എങ്ങനെ വരുവോ? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാൻ പറ്റത്തില്ലല്ലോ. കെട്ടും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണിനെ നോക്കണം. പക്ഷെ കിരണിനെ കണ്ടില്ല. കിരണേട്ടൻ ഇത് എവിടെ പോയി ഇരിക്കാന്നൊക്കെ ഓർത്തു. അതേ സമയത്ത് കിരൺ അവനെ നേരിടുമായിരുന്നു ഗംഗാപ്രസാദിനെ. നല്ല രീതിയിൽ തന്നെ അവനെ തല്ലിച്ചതച്ച് ഒരു പരുവാക്കി കിരണ്. ഒരിക്കലും ഗംഗാപ്രസാദ് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പിന്നീട് അവന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു ശ്രമം നടത്തുന്ന സമയത്ത് കിരൺ എന്ത് ചെയ്തു? അവിടെ ഒരു ഇരുമ്പ് ദണ്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഒറ്റ അടിയായിരുന്നു. ആ അടിക്ക് അവൻ തലറങ്ങി താഴേക്ക് വീഴുവാണ്. അതോടുകൂടി അവന്റെ ബോധവും പോയി. പിന്നെ അവൻ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇത്തിരി കഴിയുമ്പത്തേനും കല്യാണി കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് ചോദിച്ചു, കിരണേട്ടാ ഇത് എവിടെയാന്ന് ചോദിക്കണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ ഞാനിവിടെ ഉണ്ടെന്ന് പറയണം. അല്ല ഞാൻ കണ്ടില്ല, കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. അതെ എനിക്ക് ആ ഗംഗാപ്രസാദിനെ കുറിച്ച് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്ക്, ഞാൻ അവനെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല കിരണേട്ട എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേ? ദേ ഒന്നിനും ഒരു കുറവ് വരുത്തില്ല, അവന്റെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അത് കേട്ടപ്പോ കല്യാണിക്ക് സമാധാനമായി. എന്നാലും പിന്നീട് കല്യാണി പറഞ്ഞു, കിരണേട്ട സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട കല്യാണി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കിരൺ എന്ത് ചെയ്തു? നേരെ രതീഷിനെയും ബൈജുവിനെയും കൂടെ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തന്നെ ഓട്ടത്തിന് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു. അവിടേക്കാണ് വിളിപ്പിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് ചോദിച്ചു, എന്താ കിരൺ സാറേ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് കിരൺ ആ കാര്യം പറയുന്നത്. അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയെന്ന്. തീരുമാനമാക്കിയെന്നോ? അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവിടെ കിടക്കുന്നോട് ഗംഗാപ്രസാദ്. ഇതെങ്ങനെ? അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നടന്നു. അവന് ഓർത്ത് ആരും പിടിക്കപ്പെടില്ല എന്ന് കരുതിയിട്ട് അവനിങ്ങോട്ട് ഞൂണ്ട് കയറിയത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വരുന്നേന്ന് പറഞ്ഞു. ആ കൃത്യസമയത്ത് തന്നെ ഒരു നിമിഷം വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാർത്തിയും ദിലീപും ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. സത്യമാണെന്ന് ചോദിച്ചു. അതേന്ന് പറയാണ്. അല്ല അങ്ങനെയാണ് എന്നെ വെറുതെ വിടല്ല, അവനെ തീർക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് വേലു പാഞ്ഞു വരെ നോക്കുകയാണ്. അവന് കുറെ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ബോധമില്ലാതെ കിടക്കുമല്ലേ അവന്. ആ സമയത്ത് കിരൺ പറഞ്ഞു, ഇനി അവന് ഒരിക്കലും തിരികെ വരില്ല എന്ന് പറയണം. അവനെ ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. വേലു നോക്കിക്കഴിഞ്ഞപ്പോ ശ്വാസമൊന്നുമില്ല. ഇവൻ മരിച്ചോ കിരൺ സാറേന്ന് ചോദിച്ചു. ഇവന്റെ കാര്യം തീർന്നെന്ന് പറയണം. വേലു പറഞ്ഞു, സാറ് ധൈര്യമായിട്ടിരിക്കുക, ഇവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയണം.
ഞാൻ ഏറ്റു, എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവന് ഒരു കാരണവശാലും ഇനിയിപ്പം ജീവിതത്തിലേക്ക് ഇനും മടങ്ങി വരില്ല എന്ന് പറയണം. മുമ്പത്തെ പോലെ ആയിരിക്കരുത്. കാരണം മുമ്പ് ഇവനെ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇട്ടതല്ലേ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഈ തവണയെന്ന് പറഞ്ഞു. ആ സമയം രതീഷ് പറഞ്ഞു, ഇനിയിപ്പം മറ്റവരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും സംശയം തോന്നുവോ? ആരും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലോ. അതെ, കല്യാണം എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ കല്യാണം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഗംഗയെക്കുറിച്ചൊരു വിവരം കിട്ടി, അന്വേഷിച്ച് പോവാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇവന്റെ ബോഡി ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി. വേലു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇവനെ എനിക്ക് വിട്ടേന്നേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, വേലുവിനെ കൊണ്ട് മാത്രം പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, ഇവനെ നമുക്ക് കാട്ടിലേക്ക് തന്നെ കടത്താന്ന് പറയണം. ഇനി ഇവനെ പുറലോകം കാണത്തില്ല. കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞ് തന്നെ നാട്ടുകാർ വിചാരിച്ചോളൂ, ആരെങ്കിലും ഇവനെ കൊന്നാന്നോ വിചാരിച്ചോളൂ എന്നൊക്കെ പറയണം. അങ്ങനെ അവരവിടുന്ന് ബോഡി മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ഒരു പായൊക്കെ എടുത്തോണ്ട് പായ്ക്കകത്ത് അവന്റെ ബോഡി ചുട്ടി കെട്ടുവാണ്. അതിനുശേഷം ആരും കാണാതെ വണ്ടിക്കകത്തേക്ക് കൊണ്ട് കയറ്റി അവരവിടുന്ന് 3 പേരും കൂടെ പോവാണ്. ഇതേ സമയത്ത് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഗംഗാപ്രസാദ് ഇനി അങ്ങോട്ടേക്ക് വരുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പ്രകാശം പറഞ്ഞു, പേടിക്കേണ്ട മക്കളെ, എന്താണോ അവൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. പിന്നീട് കിരണിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അതെ, കിരണേട്ടൻ അവനെ കുറിച്ച് എന്തോ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, അന്വേഷിച്ച് പോയേക്കുക. എന്താണ് കിരണേട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ആഹാരമൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് കല്യാണിന്റെ നെഞ്ചിനകത്തൊരു പിടച്ചിടാം. എന്താ ഏതെന്നും അറിയത്തില്ല. കിരണേട്ടൻ ഇതിനായിട്ടും എത്തിയിട്ടില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലെന്ന് കരുതി വിളിക്കണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, കല്യാണി നീ പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയണം. അവനെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ടോ വരുവോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധൈര്യം കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികയും കൂട്ടിക്കൊണ്ട് ദിലീപിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കല്യാണി അവരെല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ദിലീപിന്റെ അമ്മ പറഞ്ഞു, ഈ കാഴ്ച കാണാനായിട്ട് ദിലീപിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയായിരുന്നോ? ആ സമയം ദിലീപ് പറഞ്ഞു, അച്ഛൻ മുകളിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടമ്മേ, അച്ഛന്റെ ആത്മാവിന് ശാന്തിയാവും. ഇവനെ പോലെ ദുഷ്ടന് ഒരു പക്ഷെ ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തിയില്ലായിരുന്നെങ്കിൽ അച്ഛന്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടത്തില്ലായിരുന്നു. അച്ഛനെ എന്തിനാണോ അവനെ തീർത്തെ ആ ഒരു കാര്യം ഇനി അവന് ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അവൻ മരിക്കുന്നതിന് തുല്യമല്ലേ കാർത്തികയുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തിയെന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ഗംഗാപ്രസാദിന്റെ ബോഡിയും കൊണ്ട് അവര് കാട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവനിട്ട് പണി കൊടുക്കണം. കാരണം ഇനി അവിടെയായിരിക്കും അവന്റെ ബോഡി ചിലപ്പോൾ മറവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ മൃഗങ്ങൾ കിട്ടുകൊടുക്കും, മൃഗങ്ങൾ തിന്നോളൂ, അവന്റെ പൊടി പോലും കിട്ടത്തില്ല. ഈ പറയുന്ന പോലീസിനൊക്കെ ഒരു ശല്യം തീർന്നു. അതുപോലെ തന്നെ ഇത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവില് കിരണൊക്കെ ആ കാര്യങ്ങൾ അങ്ങനെ സാധിക്കുവാണ്, അവന്റെ അന്ത്യം കുറിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം കിരണിനെ അന്വേഷിച്ച് പോലീസ് വരാനും പോകുന്നില്ല. പോലീസുകാർക്ക് ഒരു തലവേദനയായിരുന്നല്ലോ ഗംഗാപ്രസാദ്. അവൻ തീർന്നാലും പോലീസുകാർ കണ്ണടച്ചു വിടത്തുള്ളൂ, തീരട്ടെ എന്ന് കരുതിയിട്ട്. ഇനിയിപ്പം കേസും കൂട്ടും വരുവാണെങ്കിൽ വേലും രതീഷും എല്ലാവരും തയ്യാറായിട്ടിരിക്കുക ഈ കേസ് ഏറ്റെടുക്കാനായിട്ട്. ഞാനാ കൊന്നേന്നും പറഞ്ഞുകൊണ്ട് ആര് വേണം പ്രകാശനോ ആര് വേണം വരും മുന്നോട്ട് വരും, അവനെ തീർത്ത ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും കിരണിന്റെ തലയിൽ ആ കുറ്റം വരാനും പോകുന്നില്ല. എന്നാലും അങ്ങനെയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.